പ്രോഗ്രാമിലേക്ക് തിരികെ വരാം. ഇപ്പോൾ അഡ്വക്കേറ്റ് എം.ആർ. അഭിലാഷ് ഒപ്പം ചേരുന്നുണ്ട്. നമസ്കാരം എം.ആർ. അഭിലാഷ്. ഇപ്പോൾ ഒരു ഭരണപക്ഷത്തിരിക്കുന്ന എം.എൽ.എ ആണ് അറസ്റ്റിലായിരിക്കുന്നത്. അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടു എങ്കിലും ഈ നിയമപരമായി ഇതിന്റെ മുന്നോട്ടുള്ളൊരു പോക്ക് അതെങ്ങനെയായിരിക്കും? നമസ്കാരം. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നല്ലോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തി വിടുകയുണ്ടായത്. ഇനി അന്വേഷണവുമായി അവർക്ക് മുൻപോട്ട് പോകാനൊക്കും. ഈ ജാമ്യ ഉത്തരവ് വിശദമായിട്ട് വായിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനകത്ത് ജാമ്യവുമായി ബന്ധപ്പെട്ടുള്ള ഉപാധികൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പൊ അന്വേഷണവുമായിട്ട് സഹകരിക്കണം. അന്വേഷണത്തിന് ശേഷം ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാനൊക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി അത് പരിഗണനയ്ക്കെടുത്ത ശേഷം വിചാരണ നടത്തുവാൻ കഴിയും. അന്വേഷണവുമായിട്ട് സഹകരിക്കണം കുറ്റാരോപിതൻ എന്നുള്ള ഒരു നിഷ്കർഷ എല്ലാ മുൻകൂർ ജാമ്യ ഉത്തരവിലും ഉണ്ടാകാറുണ്ട്. അത് ഇവിടെയും ഉണ്ടായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഷ്ട്രീയമായി ഇവിടെ സാധ്യമല്ല എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഇതിനെ വ്യത്യസ്തമാക്കുന്നത്. ശരി, ശ്രീ എം.ആർ. അഭിലാഷ്, രാഷ്ട്രീയമായി നമ്മൾ ഇതിനെ നോക്കിക്കണ്ടാൽ ഒരു CPM MLA ആണ് അറസ്റ്റിലായിരിക്കുന്നത്. ഹലോ, കേൾക്കാമെന്ന് കരുതുന്നു. CPM-ന്റെ ഒരു MLA ആണ് അറസ്റ്റ് രേഖപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു പ്രക്രിയയിൽ മാത്രം ഒതുങ്ങുന്നു എങ്കിൽ പോലും, അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചു എങ്കിൽ പോലും ഒരു ഭരണപക്ഷ MLA, കൊല്ലം MLA ആണ് അറസ്റ്റിലായിരിക്കുന്നത്. MLA അറസ്റ്റിലാകുന്നത് പ്രത്യേകിച്ച് നിയമത്തിൽ ഒരു ഇമ്മ്യൂണിറ്റി ഇല്ലല്ലോ. ഒരു കുറ്റത്തെ കുറ്റാരോപിതൻ എന്ന് കണ്ട് അറസ്റ്റ് ചെയ്യുന്നതിനെ നമുക്ക് അതിനകത്ത് നിയമപരമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഇല്ല. MLA എന്ന നിയമം പിടിക്കുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. പിന്നെ ഇതൊരു ഗുരുതര ഇങ്ങനെയൊരു വിഷയമാണ് എന്നുള്ളതുകൊണ്ട് രാഷ്ട്രീയപരമായിട്ടുള്ള ചർച്ചകൾക്ക് അത് വഴിതെളിച്ചേക്കാം. അറസ്റ്റ് ചെയ്തു എന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ അംഗത്വത്തിന് ഒരു തരത്തിൽ ബാധിക്കുകയില്ല. അംഗമാണ് എന്നതുകൊണ്ട് ക്രിമിനൽ നടപടിയിൽ ഒരു തരത്തിലുള്ള ഇമ്മ്യൂണിറ്റിയും കിട്ടുകയുമില്ല.